ഒരു ലുലു മാൾ ലുലുവിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓണർ അല്ലെങ്കിൽ ക്ലയന്റ് യൂസഫ് അലി സർ ഡിസൈഡ് ചെയ്യാണ് അബുദാബി എമിറേറ്റ്സിൽ പുതുതായിട്ട് ഒരു ലുലു മാൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ക്ലയന്റ് ആരാണ്? ക്ലയന്റ് ലുലു ഗ്രൂപ്പ് ആണ് ആ പ്രൊജക്ടിന്റെ ക്ലയന്റ് ആയിട്ട് വരുന്നത്. ക്ലയന്റ് ആദ്യം തന്നെ അതിന് പറ്റിയ ഒരു ലൊക്കേഷൻ ആയിരിക്കുള്ളൂ നോക്കുന്നത്, ആ പ്രൊജക്ടിന് പറ്റിയ ലൊക്കേഷൻ, അതിന് പറ്റിയ ഏരിയ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷൈമൻ സർ ആണ്. MEP ഫീൽഡിൽ തന്നെ 16+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഷൈമൻ സാറിലുള്ളത്. ഇനീഷ്യൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് ഇപ്പോൾ MEP ഡിസൈനർ, MEP എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ കരിയർ ജേർണി വളരെ നല്ലൊരു വലിയൊരു ഗ്രോത്ത് ഉള്ള ഒരു കരിയർ ജേർണി ആണ് സാറുമായിട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സർ, ഹലോ സർ, വെൽക്കം ടു ദി ഷോ. ഹായ്, താങ്ക് യു. സർ, MEP എഞ്ചിനീയറിനെ കുറിച്ച് പറയുമ്പോൾ ലൈക്ക് ഫ്രം ദി വെരി ബിഗിനിങ്, ഫസ്റ്റ് സൈറ്റിൽ മുതൽ ഫ്രം ദി ഇനീഷ്യൽ ഫേസ് ഓഫ് ദി MEP വർക്ക് മുതൽ ലാസ്റ്റ് വരെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് മെൻഷൻ ആക്കിയിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്കൊരു MEP പ്രൊജക്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കതൊരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ലുലു മാൾ ലുലുവിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓണർ അല്ലെങ്കിൽ ക്ലയന്റ് യൂസഫ് അലി സർ ഡിസൈഡ് ചെയ്യാണ് അബുദാബി എമിറേറ്റ്സിൽ പുതുതായിട്ട് ഒരു ലുലു മാൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ക്ലയന്റ് ആരാണ്? ക്ലയന്റ് ലുലു ഗ്രൂപ്പ് ആണ് ആ പ്രൊജക്ടിന്റെ ക്ലയന്റ് ആയിട്ട് വരുന്നത്. ക്ലയന്റ് ആദ്യം തന്നെ അതിന് പറ്റിയ ഒരു ലൊക്കേഷൻ ആയിരിക്കുള്ളൂ നോക്കുന്നത്, ആ പ്രൊജക്ടിന് പറ്റിയ ലൊക്കേഷൻ, അതിന് പറ്റിയ ഏരിയ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഒരു ഡിസൈൻ കൺസൾട്ടന്റിനെ ആയിരിക്കുള്ളൂ ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഡിസൈൻ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ഇൻഹൗസ് ഡിസൈൻ ഫെസിലിറ്റി ഉള്ളതായിരിക്കും, സിവിൽ, സ്ട്രക്ചറൽ, ആർക്കിടെക്ചറൽ, അതോടൊപ്പം തന്നെ MEP ഡിസൈനും കൂടി ചെയ്യുന്നതായിരിക്കും. ചില സമയങ്ങളിൽ MEPക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ കൺസൾട്ടന്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഒരു ബിൽഡിംഗ്, ആ ഒരു ഷോപ്പിംഗ് മാൾ എങ്ങനെയൊക്കെയാണ് വേണ്ടത്, എത്ര ഫ്ലോർ വേണം, എത്ര ഏരിയ വേണം, അതെല്ലാം നോക്കിയതിന് ശേഷം സിവിൽ ഡിസൈനിന്റെ പാർട്ടായിട്ട് തന്നെയാണ് MEP ഡിസൈനുകളും ചെയ്യുന്നത്. നമ്മൾക്കറിയാം, ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിനനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഫ്ലോറുകൾക്കും അതിന്റെ ഡിസൈനനുസരിച്ച്, സിവിൽ ഡിസൈൻ അനുസരിച്ചിട്ടാണ് MEP ഡിസൈൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അതോടൊപ്പം തന്നെ MEP ഡിസൈൻ കൺസൾട്ടന്റ് ആണ് MEP ഡിസൈൻസ് ഡിസൈൻ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ലിഫ്റ്റ്, എസ്കലേറ്റേഴ്സ്, ഏറ്റവും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ്, അതുപോലുള്ള സർവീസുകൾ, ഇതെല്ലാം ഡിസൈനിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റേക്ക് ഹോൾഡർ പ്രൊജക്റ്റിൽ വരുന്നത് ഡിസൈൻ കൺസൾട്ടന്റ് ആണ്. അതിൽ MEP പാർട്ട് ഡിസൈൻ ചെയ്യുന്നത് MEP ഡിസൈൻ കൺസൾട്ടന്റ് ആണ്. ശേഷമായിരിക്കുള്ളൂ ക്ലയന്റ് ഒരു ടെൻഡറിങ് BOQ പ്രിപ്പയർ ചെയ്ത് ഒരു ടെൻഡറിങ് സ്റ്റേജിലോട്ട് ഒരു കോൺട്രാക്ടറിനെ അവാർഡ് ചെയ്യുന്നത്. അപ്പോൾ ടെൻഡറിങ് സ്റ്റേജിൽ ഡിഫറെന്റ് കോൺട്രാക്ടിങ് കമ്പനികൾ, MEP കമ്പനികളും അതിൽ ടെൻഡറിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു കമ്പനിക്കായിരിക്കും, ഒരു കോൺട്രാക്ടിങ് കമ്പനിക്കായിരിക്കും അതിന്റെ ഒരു കോൺട്രാക്ട് കിട്ടുന്നത്. അപ്പൊ അതിനുശേഷം പ്രൊജക്റ്റിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡർ ആണ് MEP കോൺട്രാക്ടർ. അപ്പൊ MEP കോൺട്രാക്ടർ ആണ് ആ പ്രൊജക്റ്റിലത്തെ ഇൻസ്റ്റലേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പൊ അതിനുശേഷം ചില ടൈമില് അല്ലെങ്കിൽ ചില കോൺട്രാക്ടിങ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ കോൺട്രാക്ടർ ആയിരിക്കും. ആ മെയിൻ കോൺട്രാക്ടറിൽ തന്നെ ഇൻഹൗസ് ആയിട്ട് MEP ഡിവിഷൻ ഉള്ളതുണ്ടാവും. ചില സമയങ്ങളിൽ MEP കോൺട്രാക്ടർ സ്പെഷ്യലൈസ്ഡ് കോൺട്രാക്ടർ ആയിരിക്കും, ഇലക്ട്രോ മെക്കാനിക്കൽ കോൺട്രാക്ടർ എന്നുള്ള രീതിയിലായിരിക്കും അവിടെ ആ പ്രൊജക്റ്റിൽ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് വരുന്നത്. അപ്പൊ കോൺട്രാക്ടിങ് കമ്പനി ഓൺ ബോർഡ് വന്നു. അതിനുശേഷം ആ MEP കോൺട്രാക്ടിങ് കമ്പനിക്ക് ഡിഫറെന്റ് സബ് കോൺട്രാക്ടിങ് കമ്പനികൾ ഉണ്ടാവും. അങ്ങനെ ഡിസൈൻ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഡിസൈനെ ഷോപ്പ് ഡ്രോയിങ് ആക്കി ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ആ പ്രൊജക്ട് കോൺട്രാക്ടിങ് കമ്പനി ആ പ്രൊജക്ട് MEP വർക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ വേറൊരു സ്റ്റേക്ക് ഹോൾഡർ കൂടിയും വരുന്നുണ്ട്, സൂപ്പർവിഷൻ കൺസൾട്ടന്റ്. അപ്പൊ ഡിസൈൻ കൺസൾട്ടന്റ് കഴിഞ്ഞു, കോൺട്രാക്ടിങ് കമ്പനി ഓൺ ബോർഡിൽ പ്രൊജക്റ്റിൽ എക്സിക്യൂഷൻസിന് വന്ന്, അതോടൊപ്പം തന്നെ ഈ കോൺട്രാക്ടിങ് കമ്പനി ചെയ്യുന്ന MEP വർക്കുകൾ പ്രോപ്പർ ആയിട്ടാണോ, അതിന്റെ ക്വാളിറ്റി പ്രൊസീജിയർ എല്ലാം കറക്റ്റ് ആയിട്ടാണോ എന്ന് സൂപ്പർവൈസ് ചെയ്യുന്നതിന്, അത് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് MEP സൂപ്പർവിഷൻ കമ്പനി ആ പ്രൊജക്റ്റിൽ വരുന്നത്. അപ്പോൾ
കോൺട്രാക്ടിങ് കമ്പനിയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിലത്തെ ഇൻസ്റ്റലേഷൻസ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സൂപ്പർവിഷൻ കൺസൾട്ടന്റിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്ട് ആസ് പെർ ദ ഡിസൈൻ അനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾക്ക് അവിടെ ഒരുപക്ഷെ സബ് കോൺട്രാക്ടിങ് കമ്പനികൾ വരാം. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേയിങ് ചെയ്യുന്ന സബ് കോൺട്രാക്ടിങ് കമ്പനികൾ വരാം, അല്ലെങ്കിൽ കൺസൾട്ടന്റ് കമ്പനികൾ വരാം, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് കമ്പനികൾ വരാം. ഇങ്ങനെ പല കമ്പനികൾ അല്ലെങ്കിൽ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആകാറുണ്ട്, എസ്പെഷ്യലി MEP വർക്കുമായിട്ട്. അപ്പോൾ ഒരു കോൺട്രാക്ടിങ് കമ്പനി ഓൺ ബോർഡ് വന്നു. ആ കോൺട്രാക്ടിങ് കമ്പനി പ്രൊജക്ടിന്റെ സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള എക്സിക്യൂഷൻ ഇൻസ്റ്റലേഷൻ വർക്കുകൾ മെയിൻ കോൺട്രാക്ടറും അതേപോലെ തന്നെ MEP കോൺട്രാക്ടറും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ആ വർക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സൂപ്പർവിഷൻ കൺസൾട്ടന്റ് ആയിരിക്കും അതിന്റെ അപ്രൂവൽസും സൂപ്പർവിഷൻ ക്വാളിറ്റി അഷുറൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ എൻഡ് ഓഫ് ദി ഡേ ആ പ്രൊജക്ട് ഹാൻഡ് ഓവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് MEP കോൺട്രാക്ടിങ് കമ്പനിക്ക് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ആ പ്രൊജക്ടിന്റെ ഒരു ജേർണി പോകുന്നത്. ഫ്രം ഡിസൈൻ കൺസൾട്ടന്റ്, കോൺട്രാക്ടർ, സൂപ്പർവിഷൻ കൺസൾട്ടന്റ്, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ്, അങ്ങനെ നിരവധിയായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു പ്രൊജക്ടിന്റെ MEP വർക്കുകളെല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ MEP ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡിംഗ് കമ്പനീസിലും നമ്മൾക്ക് അവൈലബിൾ ആണ്. അല്ലാതെ കോൺട്രാക്ടിങ് കമ്പനിയിൽ മാത്രമോ അല്ലെങ്കിൽ ഡിസൈൻ കമ്പനിയിൽ മാത്രമല്ല. നമ്മൾക്ക് കോൺട്രാക്ടിങ് കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഡിസൈൻ കൺസൾട്ടന്റ് കമ്പനിയിൽ MEP ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സൂപ്പർവിഷൻ കൺസൾട്ടന്റ് കമ്പനികളിൽ നമ്മൾക്ക് MEP ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സീനിയർ ലെവൽ പൊസിഷൻസ് നമുക്ക് ക്ലയന്റ് സൈഡിലും അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ് സൈഡിലും നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രൊജക്ടിന്റെ ഒരു ജേർണി, MEP പ്രൊജക്ടിന്റെ ജേർണി പോകുന്നത്. ഓക്കെ, നമ്മുടെ MEP എഞ്ചിനീയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ് സർ? MEPനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. MEP സർവീസസിന് ബേസിക്കലി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എന്നുള്ളത്. ഇലക്ട്രിക്കൽ എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ്. ബിൽഡിംഗ് സർവീസുകളിൽ ലൈറ്റിംഗ് സർവീസുകൾ, അതേപോലെ തന്നെ പവർ ആവശ്യമുള്ള സർവീസുകൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതാണ് ഇലക്ട്രിക്കലിൽ വരുന്നത്. അതിൽ തന്നെ നമ്മൾക്ക് ലോ കറന്റ് സർവീസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ സർവീസുകൾ അങ്ങനെയാണ് വരുന്നത്. നമ്മൾ മെക്കാനിക്കലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ സർവീസസിൽ HVAC ആണ് ഏറ്റവും വലിയ സർവീസ് ആയിട്ട് വരുന്നത്. HVACയോടൊപ്പം തന്നെ നമുക്ക് പ്ലംബിംഗ് ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് സർവീസസ് ഉണ്ട്. ഇത്രയും സർവീസുകളായിട്ട് മേജർ സർവീസുകളാണെങ്കിലും ഈ സർവീസുകൾക്കെല്ലാം സബ് ഡിവിഷൻ സർവീസുകൾ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HVACയിൽ തന്നെ നമ്മൾക്ക് എയർ കണ്ടീഷനിങ്ങിനും വെന്റിലേഷനും ഉണ്ട്. അതേപോലെ തന്നെ പ്ലംബിങ്ങിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസുകൾ വരുന്നുണ്ട്. അപ്പൊ HVAC എന്ന് പറയുന്നത് ഒരു ഡിവിഷനാണ്. ആ ഡിവിഷനിൽ നമ്മൾക്ക് കുറെ സർവീസുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലംബിംഗ് ഒരു സബ് ഡിവിഷൻ ആണ്, അതിലും നമ്മൾക്ക് കുറെ സർവീസുകൾ വരുന്നുണ്ട്. ഓക്കെ, MEP എഞ്ചിനീയറിംഗിൽ വരുന്ന മെക്കാനിക്കൽ സർവീസിനെ പറ്റിയിട്ട് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാമോ? ഓക്കെ, മെക്കാനിക്കൽ സർവീസിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HVAC ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ പറഞ്ഞു. പിന്നെ പ്ലംബിംഗ് സർവീസ് ആണ് നമുക്കുള്ളത്. HVAC എന്ന് പറയുന്നത് തന്നെ ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് ആണ്. HVACയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി അല്ലെങ്കിൽ ആ സർവീസസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് ബിൽഡിംഗ് ഏരിയകൾ ഏറ്റവും കംഫർട്ടബിൾ, ഹ്യൂമൻ കംഫർട്ടബിൾ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാന്നുള്ളതാണ് HVAC സർവീസസിന്റെ പ്രത്യേകത. പ്ലംബിംഗ് സർവീസിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലുള്ള ഡ്രെയിനേജ് സർവീസുകൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ലിവബിൾ ബിൽഡിംഗ് ആയിട്ട് ഒരു ബിൽഡിങ്ങിനെ കൺവെർട്ട് ചെയ്യാന്നുള്ളതാണ്. ഫയർ ഫൈറ്റിംഗ് സർവീസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫയർ ഫൈറ്റിംഗ് സർവീസസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സേഫ്റ്റി സർവീസസ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ സർവീസസിൽ ഇതെല്ലാനും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള സർവീസുകളുടെ ആ ഒരു ഡിവിഷനെയാണ് നമ്മൾ മെക്കാനിക്കൽ സർവീസസ് എന്ന് MEPയിൽ പറയുന്നത്. MEP എഞ്ചിനീയറിംഗിന്റെ അണ്ടറിൽ വരുന്ന പ്ലംബിംഗ് സർവീസസിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ഓക്കെ, പ്ലംബിംഗ് നമുക്ക് ജനറലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തത് വാട്ടർ സപ്ലൈ സർവീസസ്, രണ്ടാമത്തത് ഡ്രെയിനേജ് സർവീസസ്. ഡ്രെയിനേജിൽ തന്നെ നമ്മൾക്ക് രണ്ട് ടൈപ്പ് സർവീസസ്, സിവറേജും വരുന്നുണ്ട്, അതേപോലെ തന്നെ റെയിൻ വാട്ടർ മാനേജ്മെന്റ് സർവീസസും വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ മാനേജ്മെന്റ് എന്ന് പറയും നമ്മൾ.
അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള സിവറേജ് നമ്മുടെ ബാത്റൂം ടോയ്ലറ്റുകളിൽ നിന്നുള്ള വേസ്റ്റ് പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് എക്സ്റ്റേണൽ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിലോട്ട് കണക്ട് ചെയ്യുകയോ ചെയ്യുന്ന സർവീസാണ് ഡ്രെയിനേജിലത്തെ സിവറേജ് പാർട്ട് വരുന്നത്. റെയിൻ വാട്ടർ അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ പാർട്ട് വരുന്നത് റെയിൻ വാട്ടറിന് അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ അല്ലാതെ അതേപോലെ തന്നെ മെൽറ്റിംഗ് സ്നോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു കോൾഡ് ക്ലൈമറ്റ് കണ്ടീഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ മെൽറ്റിംഗ് സ്നോവിന് പ്രോപ്പർ ആയിട്ടുള്ള ആ സ്നോ വാട്ടർ അല്ലെങ്കിൽ റെയിൻ വാട്ടറിനെ പ്രോപ്പർ ആയിട്ട് മാനേജ്മെന്റ് ചെയ്യുന്ന പൈപ്പിംഗ് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സ്റ്റോം വാട്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി വാട്ടർ സപ്ലൈയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ വാട്ടർ ഔട്ട്ലെറ്റുകളിലോട്ട് പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ് നമുക്ക് വാട്ടർ സപ്ലൈ സിസ്റ്റം വരുന്നത്. അപ്പോൾ പ്ലംബിങ്ങിൽ 2 ടൈപ്പും കൂടി ജോയിൻ ആയിട്ടുള്ളതാണ് വാട്ടർ സപ്ലൈ സിസ്റ്റം, അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, MEP എഞ്ചിനീയറിംഗിന്റെ അണ്ടറിൽ വരുന്ന HVAC സിസ്റ്റം അല്ലെങ്കിൽ ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, അതിന്റെ അതിനെ പറ്റിയിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യോ? HVAC സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പൊതുവായിട്ട് ഒരു ധാരണ ഉണ്ട്. HVAC സിസ്റ്റം എന്ന് പറയുന്നത് എയർ കണ്ടീഷനിങ് മാത്രം ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് HVAC സിസ്റ്റം എന്നുള്ളത്. അങ്ങനെയല്ല, HVAC സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു ഡിവിഷനാണ്. അതിൽ ഇപ്പോൾ പല ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ചിട്ട് പല റീജിയൻ അനുസരിച്ചിട്ട് നമ്മൾക്ക് അതിലത്തെ സർവീസുകൾ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും ബിൽഡിങ്ങുകളിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HVACയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സർവീസിന്റെ ഒരു റിസൾട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബിൽഡിങ്ങിന്റെ ഇൻസൈഡ് എയർ അല്ലെങ്കിൽ ബിൽഡിങ്ങിനകത്തുള്ള ഏരിയ, അതിന് നമ്മൾ ടെക്നിക്കലി സ്പേസ് എന്നാണ് പറയുന്നത്. സ്പേസ് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടീഷൻ ചെയ്യുക, ഹ്യൂമൻ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള കംഫർട്ട് കണ്ടീഷനിലോട്ട് ബിൽഡിങ്ങിനെ കൊണ്ടുവരാന്നുള്ളതാണ് HVACയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇപ്പോൾ കോൾഡ് ക്ലൈമറ്റ് കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്കറിയാം കാനഡ, യൂറോപ്പ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ വെരി ലോ ടെമ്പറേച്ചർ ആണ്. അപ്പൊ അവിടെ നമ്മൾ റൂമിൽ ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, ടെമ്പറേച്ചർ കൂടേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ കംഫർട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ടെമ്പറേച്ചർ ഒരു 23-24 ഡിഗ്രി സെൽഷ്യസ്, അതേപോലെ തന്നെ അവിടുത്തെ ഹ്യൂമിഡിറ്റി ഒരു 50%, അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്നതാണ് ഒരു കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡോർ എയർ ക്വാളിറ്റിയും കൂടി ഉണ്ടാവുമ്പോഴാണ് അതൊരു കംഫർട്ട് സ്പേസ് ആകുന്നത്. ഇപ്പൊ കോൾഡ് ക്ലൈമറ്റ് കണ്ടീഷൻസിൽ നമ്മൾ ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ സമ്മർ അല്ലെങ്കിൽ ഹോട്ട് ക്ലൈമറ്റ് കണ്ടീഷൻസ് ലൈക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ എയർ കണ്ടീഷനിങ് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ബിൽഡിങ്ങിന്. അപ്പൊ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെറിയൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, കുറെ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെഷീനാണ് എയർ കണ്ടീഷനിങ് എന്നുള്ളത്. അങ്ങനെയല്ല. എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് മെഷീൻ ഒരു റൂമിൽ സ്പേസിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിൽ എക്സസ് ആയിട്ടുള്ള ഹീറ്റിനെയും ഹ്യൂമിഡിറ്റിയെയും റിമൂവ് ചെയ്യുകയാണ് ശരിക്കും ഒരു എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള വെന്റിലേഷൻ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം, അപ്പോഴാണ് ഇൻഡോർ എയർ ക്വാളിറ്റി പ്രോപ്പർ ആവുന്നത്. രണ്ടാമത്തത് സ്പേസിന്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള ഹീറ്റിനെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ കോൾഡ് ക്ലൈമറ്റ് ആണെങ്കിൽ ഹീറ്റിനെ ആഡ് ചെയ്യുകയോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി കൂടി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു HVAC സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമ്മൾക്ക് H സ്റ്റാൻഡ്സ് ഫോർ ഹീറ്റിംഗ് ആണ്. അപ്പൊ ഹീറ്റിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. V സ്റ്റാൻഡ്സ് ഫോർ വെന്റിലേഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡോർ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വെന്റിലേഷൻ സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. വെന്റിലേഷൻ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുക. അതിൽ എക്സോസ് സിസ്റ്റം, ഫ്രഷ് എയർ സിസ്റ്റം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ഓരോ ബിൽഡിങ്ങിന്റെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ബിൽഡിങ്ങുകൾ എയർ കണ്ടീഷനിങ് ചെയ്യുക. അത് ഇപ്പൊ നമ്മൾ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ, ഷോപ്പിംഗ് മാൾസ്, വലിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യും. അല്ല ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ VRF, സ്പ്ലിറ്റേസി അതുപോലുള്ള ചെറിയ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സർവീസുകൾ കൂടിയിട്ടുള്ള ഒരു പാക്കേജ് സർവീസ് ആണ് HVAC എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ HVACന്റെ അണ്ടറിൽ വരുന്ന കൂളിംഗ് ടവർ ആൻഡ് വേരിയബിൾ VRF സിസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഡിഫറെന്റ് കോമ്പണൻസ് ഒന്ന് മെൻഷൻ ആക്കാൻ പറ്റും? ഓക്കെ, നമുക്ക് വലിയ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നമ്മൾ ചിൽഡ് വാട്ടർ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിൽഡ് വാട്ടർ സിസ്റ്റത്തിൽ ബിൽഡിങ്ങിന്റെ അകത്തുള്ള ഇൻഡോർ FCU, AHU പോലുള്ള മെഷീനിലോട്ട്
ചിൽഡ് വാട്ടർ സപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ചില്ലേഴ്സിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ചില്ലേഴ്സ് തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. എയർ കൂൾഡ് ചില്ലേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ കൂൾഡ് ചില്ലേഴ്സ് ഉണ്ട്. ഇതിന്റെ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറിലത്തെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയിട്ടുള്ള കണ്ടൻസർ കൂൾ ചെയ്യുന്ന മെത്തേഡ്, എയർ ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് കൂൾ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടൻസർ കൂൾ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അപ്പൊ ഈ വാട്ടർ ഉപയോഗിച്ച് കൂൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചില്ലേഴ്സിനെ നമ്മൾ വാട്ടർ കൂൾ ചില്ലർ എന്നും, അതേപോലെ തന്നെ എയർ ഉപയോഗിച്ചിട്ടുള്ളതിനെ എയർ കൂൾഡ് ചില്ലേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ വാട്ടർ കൂൾഡ് ചില്ലേഴ്സിൽ ചില്ലറിന്റെ കണ്ടൻസറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടറിനെ റീസർക്കുലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കണ്ടൻസറിൽ നിന്ന് വരുന്ന താരതമ്യേന ഹീറ്റ് കൂടിയിട്ടുള്ള 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ള വാട്ടറിന് കൂളിംഗ് ടവർ ആണ് ഇതിനൊരു നോർമൽ ടെമ്പറേച്ചർ ആയിട്ടുള്ള 26-27 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഇതിനെ കൂൾ ഡൗൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് ടവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ കൂളിംഗ് ടവറിന്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. എന്ന് വെച്ചാൽ ചില്ലറിന്റെ കണ്ടൻസറിനെ കൂൾ ചെയ്യാനായിട്ടാണ് കൂളിംഗ് ടവർ യൂസ് ചെയ്യുന്നത്. കൂളിംഗ് ടവർ ചില്ലറിന്റെ കണ്ടൻസറിൽ നിന്ന് വരുന്ന താരതമ്യേന ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള വാട്ടറിന് കൂൾ ചെയ്തുകൊണ്ട് അത് അവിടെയും ഒരു എയർ കൂളിംഗ് പ്രൊസീജിയറാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് മെയിൻലി ഒരു സ്പ്രേയിങ് സിസ്റ്റം, അതോടൊപ്പം തന്നെ ഒരു ബ്ലോവർ ഫാനും ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഈ ബ്ലോവർ ഫാന്റെ എയർ കൂളിംഗ് സിസ്റ്റത്തിലൂടെയാണ് കൂളിംഗ് ടവറും കൂളിംഗ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു കൂളിംഗ് ടവർ ഒരു സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. VRF സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ HVAC സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു സിസ്റ്റമാണ് വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ സിസ്റ്റം എന്ന് പറയുന്നത്. അതില് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഡോർ യൂണിറ്റിന് നമ്മൾ ഒരു സിംഗിൾ ഓർ വലിയ ഔട്ട്ഡോർ യൂണിറ്റുകളിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു വേ ഓഫ് ഡിസൈൻ സിസ്റ്റമാണ് നമ്മൾ VRF സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, നോർമലി സ്പ്ലിറ്റ് AC സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഇൻഡോറിനും ഓരോ ഔട്ട്ഡോർ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു 8 റൂമുള്ള ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ 10 റൂമുള്ള ഒരു ഓഫീസ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് 10 സ്പ്ലിറ്റ് യൂണിറ്റുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ 10 സ്പ്ലിറ്റ് യൂണിറ്റുകൾക്ക് 10 ഇൻഡോറും 10 ഔട്ട്ഡോർ യൂണിറ്റുകളും വരും. ഇപ്പൊ ഈ 10 ഔട്ട്ഡോർ യൂണിറ്റുകൾ കംപ്രസർ വരുന്ന സമയത്ത് ഈ 10 കംപ്രസർ ഒരേ സമയം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വരും. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്ന ഡിസൈൻ കൺസിഡറേഷൻ ആണ് VRF സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ 10 ഇൻഡോർ യൂണിറ്റിനും വേണ്ടിയിട്ട് 1-2 യൂണിറ്റ് വലിയ ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ VRF സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കംപ്രസറുകൾ എത്ര ഇൻഡോർ യൂണിറ്റുകൾ ഓൺ ആണോ അല്ലെങ്കിൽ വർക്കിംഗ് ആണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു റെഫ്രിജറന്റ് ഫ്ലോ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വേരിയബിൾ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 10 ഇൻഡോർ യൂണിറ്റ് ഒരേ സമയം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 10 ഇൻഡോർ യൂണിറ്റിനും വേണം 100% ഫ്ലോ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം ഒരു 5 ഇൻഡോർ യൂണിറ്റ് ആണ് ഈ VRF സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 50% ഫ്ലോയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ ആയിട്ട് എത്ര ഇൻഡോർ യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പെർസെൻറ്റേജ് ഫ്ലോ പ്രൊവൈഡ് ചെയ്യുന്ന വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കംപ്രസേഴ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഔട്ട്ഡോർ യൂണിറ്റ് ആണ് ഈ ഒരു VRF സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ സർ, ഇപ്പോൾ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ നമ്മുടെ സ്പ്ലിറ്റ് യൂണിറ്റ് സിസ്റ്റത്തിൽ വരുന്ന ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, ആദ്യകാലത്ത് നമ്മളുടെ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോ AC ആണ്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിൻഡോ AC. ഇപ്പൊ താരതമ്യേന വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോ AC ആണ്. വിൻഡോ AC ഒരു സിംഗിൾ പാക്കേജ് യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് നമ്മൾ വിൻഡോന്റെ സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാളിന്റെ സൈഡിലോ ഓപ്പണിംഗ് ഇട്ടിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ വിൻഡോ ACയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നോയ്സിയും അതേപോലെ തന്നെ വൈബ്രേഷനും വരുന്ന കംപ്രസർ, കണ്ടൻസർ യൂണിറ്റുകൾ എല്ലാത്തിനെയും കൂടി ഒരൊറ്റ ബോക്സ് അപ്പിൽ വെച്ചിട്ടുള്ള ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് വിൻഡോ AC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റൂമിനകത്തേക്ക് ഈ നോയ്സും വൈബ്രേഷനും വരുന്നത് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് ജനറേഷനിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലോട്ട് സ്പ്ലിറ്റ് AC എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് AC എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട്. വിൻഡോ ACനെ 2ആക്കി സ്പ്ലിറ്റ് ചെയ്തു. അതിലത്തെ എവാബറേറ്റർ യൂണിറ്റിനെയും റൂമിന്റെ അകത്തോട്ട് കൊണ്ടുവന്നു. ബാക്കിയുള്ള യൂണിറ്റിനെല്ലാം നമുക്ക് നോയ്സും വൈബ്രേഷനും വരാൻ സാധ്യതയുള്ള കമ്പോണൻസിനെ എല്ലാത്തിനെയും കൂടി ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് ആക്കിയിട്ട് ഔട്ട്ഡോർ യൂണിറ്റിനെ
പുറത്തുള്ളൊരു സ്പേസിലോട്ട് മാറ്റി താരതമ്യേന വളരെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എവാപറേറ്ററിനെ റൂമിന്റെ അകത്തോട്ട് ആക്കിയിട്ടാണ് ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഇന്നോവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സ്പ്ലിറ്റ് എ സി എന്ന് പറയുന്നത് വിൻഡോ എ സിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തപ്പോഴാണ് സ്പ്ലിറ്റ് എ സി വരുന്നത്. സ്പ്ലിറ്റ് എ സിയുടെ പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവാപറേറ്റർ, കണ്ടൻസർ, കംപ്രസർ, അതേപോലെ തന്നെ നമ്മൾക്കുള്ള എവാപറേറ്റർ, കണ്ടൻസർ, കംപ്രസർ, എക്സ്പാൻഷൻ ഡിവൈസ്, ഈ 4 പാർട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾക്ക് ഏതൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് വരുന്നത്. FCU അല്ലെങ്കിൽ ഫാൻ കോയിൽ യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്താണ് ഒരു റൂമിൽ? FCU അല്ലെങ്കിൽ AHU പോലുള്ള എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ എയർ സൈഡ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രലൈസ്ഡ് ചിൽഡ് വാട്ടർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ റൂമുകളുടെ അകത്തെ എയർ കണ്ടീഷനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്. അതിൽ FCU എന്ന് പറയുന്നത് താരതമ്യേന ചെറിയ എക്യുപ്മെന്റുകളെയാണ് നമ്മൾ FCU ഫാൻ കോയിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ചില്ലറിൽ നിന്നായിരിക്കും നമ്മുടെ ചിൽഡ് വാട്ടർ വളരെ 5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 4.5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ വരുന്നത്. ആ വാട്ടർ ഫാൻ കോയിൽ യൂണിറ്റിൽ അല്ലെങ്കിൽ FCUലത്തെ ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കൂളിംഗ് കോയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളുടെ റൂമിന്റെ അകത്തുള്ള എയറിൽ നിന്നുള്ള ഹീറ്റിനെ, എക്സസ് ആയിട്ടുള്ള ഹീറ്റിനെ ഈ കൂളിംഗ് കോയിൽ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ചിൽഡ് വാട്ടർ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് FCU എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാനും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറും കൂടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഒരു കൂളിംഗ് കോയിലാണ്. ആ കൂളിംഗ് കോയിലൂടെയാണ് ചിൽഡ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ റൂമിന്റെ അകത്തുള്ള എയറിനെ നമ്മളുടെ ബ്ലോവർ ഫാൻ ഈ കൂളിംഗ് കോയിലിന്റെ സർഫസിലൂടെ എയറിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് റൂമിലത്തെ എയറിൽ നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ചിൽഡ് വാട്ടർ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, റിട്ടേൺ ലൈനിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ FCU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന ചെറിയ റൂമുകളിൽ ഉപയോഗിക്കുന്ന സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇൻഡോർ എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റ് ആണ്, എയർ സൈഡ് എക്യുപ്മെന്റ് ആയിട്ടാണ് നമ്മൾ FCUനെ വിലയിരുത്തുന്നത്. അപ്പൊ അതിൽ സിമ്പിൾ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഫാൻ യൂണിറ്റും അതേപോലെ തന്നെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ടുള്ള കൂളിംഗ് കോയിലും മാത്രമാണ് ഉള്ളത്. അല്ലാതെ ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ല. നമ്മൾക്ക് ഇത് തെർമോസ്റ്റാറ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാവുന്ന ഒരു യൂണിറ്റ് ആണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അതിൽ ചിൽഡ് വാട്ടറിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് റൂമിന്റെ അകത്തേക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൂളിംഗ് അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഹീറ്റിനെ പുറത്തേക്ക് കളയുന്ന ഹീറ്റ് എക്സ്ചേഞ്ചർ യൂണിറ്റ് ആണ് FCU എന്ന് പറയുന്നത്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് ഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് എയറിനെ റൂമിന്റെ അകത്ത് പ്രോപ്പർ ആയിട്ട് എയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടുള്ള ത്രോ കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഇതിലത്തെ റൂമിലത്തെ എയർ കണ്ടീഷനിങ് പ്രോപ്പർ ആയിട്ട് ഈ മെഷീൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒരു ബിൽഡിംഗിൽ ഇൻ കേസ് ഓഫ് ഫയർ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഫയർ അലാറം സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾക്ക് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ നമുക്ക് 2 ടൈപ്പ് ആണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാറം സിസ്റ്റം, രണ്ടാമത്തേത് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം. ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാറം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫയറിനെ ഡിറ്റക്ട് ചെയ്യുക, ആ ഡിറ്റക്ഷന് ഒക്യുപ്പൻസി, ആ ബിൽഡിങ്ങിലുള്ള ഒക്യുപ്പൻസിനെ അലർട്ട് ചെയ്യാന്നുള്ളതാണ് ഫയർ അലാറം സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഫയറിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫയർ അലാറം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫയർ ഡിറ്റക്ഷൻ അലാറം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസിൽ ഉണ്ടാവുന്ന ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു ഫയറിൽ നിന്നുണ്ടാവുന്ന സ്മോക്കിനെയും ഹീറ്റിനെയും ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ബിൽഡിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റക്ട് ചെയ്യുക. ആ ഡിറ്റക്ട് ചെയ്ത സിഗ്നലിനെ കൺട്രോൾ പാനലിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം അലാറം ആക്ടിവേറ്റ് ചെയ്ത് ബിൽഡിങ്ങിലത്തെ ഒക്യുപ്പൻസിയെയും അതേപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് ട്രെയിൻഡ് ഒക്യുപ്പൻസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവരെയും അലർട്ട് ചെയ്യുക. ബിൽഡിങ്ങിലുള്ള ഒക്യുപ്പൻസിനെ അലർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാറം സിസ്റ്റം ചെയ്യുന്നത്. അപ്പൊ അതില് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സ് ആണ് നമ്മൾ ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അതിൽ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉണ്ട്, ഹീറ്റ് ഡിറ്റക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ബീം ഡിറ്റക്ടേഴ്സ്, അതുപോലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സ് ഓരോ റൂമിന്റെയും അല്ലെങ്കിൽ ഓരോ സ്പേസിന്റെയും യൂസേജ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ അനുസരിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരു ഫയർ ഒറിജിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്മോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാവും. ഈ സ്മോക്കിനെയോ ഹീറ്റിനെയോ ഡിറ്റക്ട് ചെയ്തിട്ടാണ് കൺട്രോൾ പാനൽ ത്രൂ ഈ അലാറം സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നത്. അപ്പൊ ഒരു സ്പേസിൽ
ഫയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കവറേജിലുള്ള ഡിറ്റക്ടർ അതിന്റെ ആ ഫയറിൽ നിന്നുള്ള സ്മോക്കിനെയോ ഹീറ്റിനെയോ ഡിറ്റക്ട് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം കൺട്രോൾ പാനലിലോട്ട് സിഗ്നൽ കൊടുക്കുന്നു. കൺട്രോൾ പാനൽ അലാറം സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ബിൽഡിങ്ങിലത്തെ ഒക്യുപ്പൻസിനെ അലർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കംഫർട്ട് ബിൽഡിംഗ് ഇൻസൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ഒരു ബിൽഡിങ്ങിന്റെ ഒരു കംഫർട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിലത്തെ ഇൻഡോർ എയർ ക്വാളിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോകുന്നു, നമ്മളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോകുന്നതാണ്. ഒരു സിനിമ തിയേറ്ററിൽ ഒരു 100+ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉള്ള ഒരു സിനിമ തിയേറ്ററിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഒരു 3 അവർ അല്ലെങ്കിൽ 2.5 അവർ മൂവി വാച്ച് ചെയ്യുന്നത്? അവിടെ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ ഉള്ളത് കൊണ്ടും പ്രോപ്പർ ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. ഇൻ കേസ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള കംഫർട്ട് കണ്ടീഷൻ ഇല്ല, വെന്റിലേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇൻഡോർ എയർ ക്വാളിറ്റി പ്രോപ്പർ ആയിട്ടില്ല, അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ്സോ ഹാഫ് ആൻ അവറോ ചിലപ്പോൾ നമ്മൾക്ക് ഈ ഒരു 100 ആൾക്കാർ ഒരു സ്പേസിന്റെ അകത്തിരുന്ന് വാച്ച് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ കൂടും. അതേപോലെ തന്നെ അവിടുത്തെ ഇൻഡോർ എയർ ക്വാളിറ്റി വളരെ മോശമായിക്കൊണ്ടിരിക്കും. ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു കംഫർട്ട് ബിൽഡിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിന്റെ അകത്ത് ഇൻഡോർ എയർ ക്വാളിറ്റി ആസ് പെർ ദ അഷ്റേ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക 23-24, അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പൊ ഇത് മൂന്നും കൂടി ഒരുമിച്ച് വരുന്ന സമയത്താണ് ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് ഒരു കംഫർട്ടബിൾ കണ്ടീഷനിലോട്ട് എത്തുന്നത്. ഓക്കെ, നമ്മുടെ ലൈക്ക് ഹൗ ഇസ് റോ വാട്ടർ ട്രീറ്റഡ്? നമ്മുടെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന സമയത്ത് ഈ റോ വാട്ടർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഓക്കെ, നമുക്കറിയാം ബിൽഡിംഗ് സർവീസിൽ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിന് ഡിഫറെന്റ് കൈൻഡ് ഓഫ് വാട്ടർ സോഴ്സുകൾ ഉണ്ട്. അപ്പൊ നമ്മളൊരു ഇന്റർനാഷണൽ അപ്രോച്ചിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മുനിസിപ്പാലിറ്റി കണക്ഷനിൽ നിന്നായിരിക്കും നമ്മളുടെ ഒരു വാട്ടർ സോഴ്സ് വരുന്നത്. അപ്പൊ ആ വാട്ടറിനെ നമ്മൾ റോ വാട്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടീഷനിലോട്ട് പോകുന്ന സമയത്ത് ഇനീഷ്യലി നമ്മൾക്ക് അതിന്റെ ടെമ്പറേച്ചർ, ചില സമയങ്ങളിൽ മുനിസിപ്പാലിറ്റി വാട്ടർ ഹൈ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കൂളിംഗ് പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ഫിൽട്രേഷൻ പ്രൊസീജിയർ, ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഫിൽട്രേഷൻ പ്രൊസീജിയറിലൂടെ അതിന് കടത്തിവിട്ട് അല്ലെങ്കിൽ അതിന് ഫിൽട്രേഷൻ ചെയ്തതിന് ശേഷം അതിനൊരു പ്രോപ്പർ ഫിൽറ്റേർഡ് വാട്ടർ, എന്ന് വെച്ചാൽ റോ വാട്ടറിന് ഫിൽറ്റേർഡ് വാട്ടർ ആയിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡൊമസ്റ്റിക് വാട്ടർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽട്രേഷൻ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞു നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തത് നമ്മൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ പ്രൊസീജിയറിലൂടെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊജക്ട്. അപ്പൊ ബേസിക്കലി കോമൺലി നമ്മൾ സാൻഡ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, മൾട്ടിമീഡിയ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തിരി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് UV സിസ്റ്റംസ്, അതേപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ പ്രൊസീജിയറിലൂടെ നമുക്ക് കടത്തിവിടാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ട് സാൻഡ് ഫിൽറ്ററും മൾട്ടിമീഡിയ ഫിൽറ്ററിലൂടെയും നമ്മൾ ഫിൽട്രേഷൻ ചെയ്ത് കിട്ടുന്ന വാട്ടറിനെയാണ് നമ്മൾ ബിൽഡിങ്ങിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ അകത്ത് നമ്മൾക്ക് ഔട്ട്ലെറ്റിലൂടെ കിട്ടുന്ന വാട്ടറുകൾ ഡ്രിങ്കിങ് ക്വാളിറ്റിയിലുള്ള വാട്ടറിനെ ആയിരിക്കും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രഷർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓക്കെ, ബിൽഡിങ്ങുകളിൽ നമ്മളൊരു വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്തും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ MEP എഞ്ചിനീയേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈൻ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിൽ 2 പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് പ്രഷർ കിട്ടാതിരിക്കുന്ന അവസ്ഥയും, രണ്ടാമത്തത് പ്രഷർ കൂടുന്ന അവസ്ഥയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു ഹൈ റൈസ് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലർക്കും നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ വീടുകളിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ്, 2 നിലയുള്ള വീടിന് മുകളിലത്തെ നിലയിലത്തെ ബാത്റൂമിൽ പ്രഷർ കിട്ടുന്നില്ല.
ബിക്കോസ് അതിന്റെ തൊട്ട് മുകളിലാണ് ടാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇതില് ഗ്രാവിറ്റി ഹെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് 2 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. ഗ്രാവിറ്റി ഫ്ലോ സിസ്റ്റം ഉണ്ട്, പ്രഷർ ഫ്ലോ സിസ്റ്റം ഉണ്ട്. ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാവിറ്റി ഫ്ലോ സിസ്റ്റം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർ ഹെഡ് ടാങ്ക് ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ച് ആ ഓവർ ഹെഡ് ടാങ്കിലോട്ട് വാട്ടറിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുള്ള ഹൈറ്റിന്റെ ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ സമയത്ത് താഴത്തെ ഫ്ലോറുകളിലോട്ട് വരുമ്പോൾ വാട്ടറിന്റെ പ്രഷർ കൂടുതലും മുകളിലത്തെ ഫ്ലോറിൽ പ്രഷർ കുറവായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഏറ്റവും മുകളിലത്തെ 1-2 ഫ്ലോറുകളിൽ പ്രഷർ ഇല്ലാതിരിക്കുകയും താഴെ ഒരു 10 ഫ്ലോർ എത്തുന്ന സമയത്ത് പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾക്ക് നോർമൽ ഒരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ബാർ എങ്കിലും ഒരു മിനിമം നമ്മൾക്ക് വാട്ടർ ഡിസ്ട്രിബ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ 5 ബാറിൽ താഴെ ആയിരിക്കണം ബിൽഡിങ്ങിന്റെ പ്രഷർ അല്ലെങ്കിൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷന്റെ പ്രഷർ. അപ്പൊ 5 ബാറിൽ താഴെ നിൽക്കുകയും വേണം, അതേപോലെ തന്നെ 1 ബാറിൽ കൂടുതലും വേണം. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രഷർ കൂടുതലുള്ള ലോവർ ഫ്ലോറുകളിൽ നമ്മൾ PRV സ്റ്റേഷൻസ് അല്ലെങ്കിൽ പ്രഷർ റെഗുലേഷൻ വാൽവ് അല്ലെങ്കിൽ പ്രഷർ റെഡ്യൂസിങ് വാൽവുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രഷറിനെ കുറച്ച് നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഏറ്റവും മുകളിലത്തെ 1-2 ഫ്ലോറുകളിൽ നമ്മൾ ബൂസ്റ്റർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ കൂടുതൽ നമ്മൾ കൊടുത്തുകൊണ്ട് ഈ പറയുന്ന മിനിമം പ്രഷർ 1 ബാറിൽ മാക്സിമം പ്രഷർ 5 ബാറിൽ കൂടാതെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്സ് ഏതൊക്കെയാണ്? വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ ഒരു ബിഗിനിങ് സ്റ്റേജ് തുടങ്ങി ഈ ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പൈപ്പ് എന്ന് പറയുന്നത് PVC പൈപ്പുകളായിരുന്നു ആദ്യകാലം തുടങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൈപ്പ്. ഈ PVC പൈപ്പുകൾക്ക് ശേഷം CPVC, UPVC പൈപ്പുകൾ വന്നു ഇൻഡസ്ട്രിയിൽ. PPR പൈപ്പുകൾ, HDP പൈപ്പുകൾ വന്നു ഇൻഡസ്ട്രിയിൽ. ഇപ്പോഴും വേൾഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് PVC, UPVC പൈപ്പുകളാണ് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ ജോയിനിങ് മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. അദസീവ് അല്ലെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ടുള്ള ജോയിനിങ് മെത്തേഡാണ്. മാർക്കറ്റിൽ ഏറ്റവും എന്താ പറയുന്നത് കോസ്റ്റ് കുറവായിട്ട് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് സിസ്റ്റമാണ് PVC, UPVC, CPVC പൈപ്പുകൾ. പക്ഷേ അറ്റ് പ്രസന്റിൽ ഒരു ഇന്റർനാഷണൽ അപ്രോച്ചിലോട്ട് പോവുകയാണെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PPR പൈപ്പുകളാണ്. PPR പൈപ്പുകൾ ബിൽഡിങ്ങിന്റെ ഇൻസൈഡ് ബിൽഡിംഗ് സർവീസുകളിൽ PPR പൈപ്പുകൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ നെറ്റ്വർക്കുകളിൽ HDP പൈപ്പുകളും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. HDP പൈപ്പ്, PPR പൈപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതെല്ലാം ഹോട്ട് വെൽഡ് പ്രോസസ്സിൽ ജോയിനിങ് ചെയ്യുന്ന ജോയിനിങ് പ്രോസസ്സുകളാണ്. PVC, UPVC പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സിന്റെ ജോയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് അദസീവ് ജോയിന്റ് ആണെന്നുണ്ടെങ്കിൽ PPR, HDP പൈപ്പുകൾ നമ്മൾ either ഇലക്ട്രോഫ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ ബട്ട് വെൽഡിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഹോട്ട് വെൽഡിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഹോട്ട് വെൽഡിംഗ് പ്രോസസ്സിലൂടെ എന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്ത് അതിനൊരു മെൽറ്റിംഗ് പോയിന്റിൽ റീച്ച് ചെയ്തതിന് ശേഷം പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ വളരെ കൂടിയ പ്രഷർ റേഞ്ചുകളിൽ ഈ പൈപ്പുകൾക്ക് ജോയിന്റിന് പ്രഷർ റേറ്റിംഗ് കപ്പാസിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നൗഡേയ്സ് ഇന്റർനാഷണലി ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ്, PPR പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ഇൻസൈഡ് ദ ബിൽഡിംഗ് സർവീസുകൾക്കും എക്സ്റ്റേണൽ നെറ്റ്വർക്കുകളിൽ HDP പൈപ്പുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൾട്ടി സ്റ്റോറി ബിൽഡിംഗിൽ വേസ്റ്റ് വാട്ടർ ഡ്രെയിനിങ് പ്രൊസീജിയർ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? നമ്മൾക്കിപ്പോൾ വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ കമ്പയർ ആയിട്ട് നമ്മൾക്ക് എൻ്റയർ ഡ്രെയിനേജ് സിസ്റ്റത്തിന് നമ്മൾക്ക് പറയാം. എൻ്റയർ ഡ്രെയിനേജ് സിസ്റ്റം എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് വേസ്റ്റ് നെറ്റ്വർക്ക് ഉണ്ട്, സോയിൽ നെറ്റ്വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ റെയിൻ വാട്ടർ നെറ്റ്വർക്ക് ഉണ്ട്. റെയിൻ വാട്ടർ നെറ്റ്വർക്കിന് ഏറ്റവും ടോപ്പ് റൂഫ് അല്ലെങ്കിൽ റൂഫ് ഫ്ലോറിൽ നിന്ന് നമ്മൾ താഴെയുള്ള സ്റ്റോം വാട്ടർ നെറ്റ്വർക്കിലോട്ടോ അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പിറ്റിലോട്ടോ ആണ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയുന്നത്. അതേസമയം നമ്മുടെ സിവറേജ് സർവീസുകളായിട്ടുള്ള വേസ്റ്റ് ആൻഡ് സോയിൽ നെറ്റ്വർക്കുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 സ്റ്റാക്ക് സിസ്റ്റം വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ WC ക്ലോസറ്റുകളിൽ നിന്നുള്ള ഡ്രെയിനേജിനെ നമ്മളൊരു ഡെഡിക്കേറ്റഡ് റൈസർ പൈപ്പിലൂടെ കണക്ട് ചെയ്തുകൊണ്ട് അതിനൊരു സെപ്പറേറ്റ് ലൈൻ പ്രൊവൈഡ് ചെയ്യുകയും ബാക്കിയുള്ള നമ്മുടെ വാഷ് ബേസിൻ, ഷവർ, കിച്ചൺ സിങ്ക്, വേസ്റ്റ് അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഡ്രെയിൻ, വാഷിംഗ് മെഷീൻ്റെ ഡ്രെയിൻ ഉൾപ്പെടെ
നമ്മളൊരു ഡെഡിക്കേറ്റഡ് എന്ന് വെച്ചാൽ സോയിൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ WCയുടെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാതെ സെപ്പറേറ്റ് വേസ്റ്റ് നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ടുവന്നതിന് ശേഷം ചില പ്രൊജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ്റ്റേണലി 2 ടൈപ്പ് നെറ്റ്വർക്കുകൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ സിവറേജ് നെറ്റ്വർക്ക് ഉണ്ടാവും. എക്സ്റ്റേണൽ മുനിസിപ്പാലിറ്റി നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ചെറിയ ബിൽഡിങ്ങുകൾ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ വേസ്റ്റ് ടാങ്ക് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഇന്ത്യയിലുള്ള പോലത്തെ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്റ്റിക് ടാങ്കിലോട്ടും വേസ്റ്റ് ടാങ്കിലോട്ടും കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കൺട്രീസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് എയ്തർ ടൗൺഷിപ്പ്, ചെറിയ ടൗൺഷിപ്പ് ആണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ഉണ്ടാവും. വേസ്റ്റ് കണക്ട് ചെയ്യാനായിട്ടുണ്ടാവും, അതേപോലെ തന്നെ സോയിൽ കണക്ട് ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സിവറേജ് നെറ്റ്വർക്ക് ഉണ്ടാവും. ആ സിവറേജ് നെറ്റ്വർക്കിലോട്ടായിരിക്കും നമ്മൾ ബിൽഡിങ്ങിൽ നിന്നുള്ള വേസ്റ്റ് ലൈൻ അല്ലെങ്കിൽ സിവറേജ് ലൈൻ കണക്ട് ചെയ്യുന്നത്. ഒരു ബിൽഡിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലംബിംഗ് ആക്സസറീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു ബിൽഡിങ്ങിൽ നമ്മൾക്ക് പ്ലംബിംഗ് ആക്സസറീസ് ആയിട്ട് ഡ്രെയിനേജ്, ബാത്റൂം ഫിക്സ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ആക്സസറീസ് ഉണ്ട്. ആക്സസറീസ് എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ച് ആണ്. ആസ് പെർ ദ ആർക്കിടെക്ചറൽ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്സസറീസ് ബാത്റൂംസിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷവർ ആക്സസറീസ് തുടങ്ങി എന്താ പറയുന്നത് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന WC ക്ലോസറ്റുകൾ വരെ നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോമൺലി നമ്മൾ ബാത്റൂം ആക്സസറീസ് അല്ലെങ്കിൽ ഡ്രെയിനേജ് ആക്സസറീസ് ആയിട്ട് യൂസ് ചെയ്യുന്ന WC ക്ലോസറ്റുകൾ, അത് ഫ്ലഷ് ടാങ്ക് ടൈപ്പ് ക്ലോസറ്റുകൾ, അതേപോലെ തന്നെ വാൾ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്കുകളുള്ള ടോയ്ലറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ WC വാട്ടർ ക്ലോസറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാഷ് ബേസിൻസ്, ടേബിൾ ടോപ്പ്, അണ്ടർ കൗണ്ടർ, അതുപോലുള്ള വാഷ് ബേസിൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബിഡറ്റ്, സിങ്ക് അതുപോലുള്ള ഫിക്സ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ആക്സസറീസിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമിന്റെ അകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മിക്സേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഷവർ മിക്സേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ടെലിഫോണിക് ഷവർ ഉണ്ട്, അതേപോലെ തന്നെ മുകളിൽ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്ന ടൈപ്പ് ഷവർ ഉണ്ട്. ബാത്ത് ടബുകളിൽ നമ്മൾ ഡിഫറെന്റ് ഫിക്സേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബാത്ത് ടബുകളിൽ തന്നെ ജാക്കൂസി ടൈപ്പ് ആയിട്ടുള്ള ബാത്ത് ടബുകൾ മാർക്കറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ലക്ഷറി വില്ലാസിലൊക്കെ നമ്മളൊരു ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ജാക്കൂസികൾ വരെയും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ടവൽസ് ഹാങ് ചെയ്യാനായിട്ട്, പേപ്പർ ഹോൾഡ് ചെയ്യാനായിട്ട്, അതുപോലുള്ള ഹാങ്ങേഴ്സും ടവൽ ബാർസ്, ഹോൾഡേഴ്സും അതുപോലെ ഡിഫറെന്റ് ആക്സസറീസും നമ്മൾ ബാത്റൂമുകളിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബാത്റൂം ഫിക്സ്റ്റേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വേസ്റ്റ് വാട്ടർ നമ്മൾ റീയൂസ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? ആദ്യം തന്നെ വേസ്റ്റ് വാട്ടർ എല്ലാ പ്രൊജക്റ്റുകളിലും നമ്മൾക്ക് ഒരു വേസ്റ്റ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരാറില്ല. വലിയ പ്രൊജക്റ്റുകളിൽ വാട്ടർ റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് വേസ്റ്റ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. വേസ്റ്റ് വാട്ടർ 2 ടൈപ്പ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഉണ്ട്. സിവറേജ് വാട്ടർ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ഉണ്ട്. എന്ന് വെച്ചാൽ WC ക്ലോസറ്റിലത്തെ വാട്ടർ ഇല്ലാത്ത വേസ്റ്റ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റും ഉണ്ട്, അതേപോലെ തന്നെ സിവറേജ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റും ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റുകളിൽ ഈ വേസ്റ്റ് വാട്ടറിനെ കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ഡിഫറെന്റ് ഹൈറ്റ് ലെവലിൽ വാട്ടറിനെ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സ്ലഡ്ജും അതുപോലുള്ള കാര്യങ്ങളും ഒന്നിടവിട്ട കമ്പാർട്ട്മെന്റുകളിൽ തിരിച്ചതിന് ശേഷം നമ്മൾക്ക് ഫൈനൽ കമ്പാർട്ട്മെന്റിൽ കമ്പാരിറ്റീവ്ലി എന്താ പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള വാട്ടർ മാത്രമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റിലൂടെ ഈ ഡ്രെയിനേജ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിനെ കടത്തി വിട്ടുകൊണ്ട് അവസാനത്തെ കമ്പാർട്ട്മെന്റിൽ എത്തുന്ന സമയത്ത് താരതമ്യേന എന്താ പറയുന്നത് അതിൽ സോളിഡ് പാർട്ടിക്കിൾസും വേസ്റ്റ് പാർട്ടിക്കിൾസും ഇല്ലാത്തൊരു വാട്ടർ ലിറ്റിൽ കണ്ടാമിനേറ്റഡ് ആയിരിക്കും. പക്ഷെ എന്നാലും ലിക്വിഡ് ഫോമിലുള്ള വാട്ടറിനെ മാത്രമായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം അതിനെ ഫിൽട്ടർ ചെയ്തതിന് ശേഷം റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ഇറിഗേഷൻ പർപ്പസിന് മാത്രമാണ് ഇത് റീയൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റുന്നത്. ഓക്കെ, നമ്മുടെ ബിൽഡിംഗിൽ ഫയർ ഫൈറ്റിംഗ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്താണ്? ഓക്കെ, ഒരു ഫയർ ഫൈറ്റിംഗ് പ്ലാന്റ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പമ്പ് റൂമാണ്. ഫയർ ഫൈറ്റിങ്ങിന്റെ ഒരു പമ്പ് റൂമാണ്. പ്ലാന്റ് റൂമിൽ നമ്മൾക്ക് ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കേണ്ട വാട്ടർ ടാങ്ക്, അതോടൊപ്പം തന്നെ അതിന്റെ സെറ്റ് ഓഫ് പമ്പുകളും കൂടി കൂടിയിട്ടുള്ള ഒരു റൂമിനെയാണ് പ്ലാന്റ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ
ഒരു ബിൽഡിങ്ങിന്റെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് പ്ലാന്റ് റൂംസ് ആണ്. ബിക്കോസ് ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ഫയർ ഫൈറ്റിംഗ് ആക്ടിവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഫയറിന്റെ ഒരു ഒറിജിൻ ഉണ്ടാകുകയാണെങ്കിൽ, അവിടേക്ക് ഫയർ വാട്ടറിനെ പമ്പ് ചെയ്യേണ്ട ഡ്യൂട്ടി ഈ പ്ലാന്റ് റൂമിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ഹോസ്റിൽ സിസ്റ്റമോ ഒരു ബിൽഡിങ്ങിൽ ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് ഈ പ്ലാന്റ് റൂമിൽ നിന്ന് പമ്പാണ് വാട്ടറിന് ആ ഡിഫറെന്റ് ഏരിയകളിലോട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാന്റ് റൂമിന് അല്ലെങ്കിൽ പമ്പ് റൂമിന് വളരെ ഇമ്പോർട്ടൻസ് നമ്മളുടെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിലുണ്ട്. ഈ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് കോമ്പണൻസ് ഏതൊക്കെയാണ്? ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസുകൾ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പ്രിംഗ്ലർ സിസ്റ്റം ആണ്. സ്പ്രിംഗ്ലർ സിസ്റ്റം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സ്പ്രിംഗ്ലർ ഹെഡുകൾ ഡിഫറെന്റ് റേഞ്ചുകളിൽ സീലിങ്ങുകളിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതൊരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് സ്പ്രിംഗ്ലർ സിസ്റ്റം. പിന്നെ ഉള്ളത് ഹോസ്റിൽ സിസ്റ്റം ആണ്. ഹോസ്റിൽ സിസ്റ്റത്തിൽ ഒരു 30 മീറ്റർ കവറേജ് കിട്ടുന്ന രീതിയിൽ ഡിഫറെന്റ് ലൊക്കേഷൻസിൽ ഹോസ് റീൽസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോൾ കാറൊക്കെ വാഷ് ചെയ്യുന്ന പോലെ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫയർ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഹോസ് റീൽ കൊണ്ടുപോയി ഈ ഫയറിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹോസ് റീൽ സിസ്റ്റത്തിൽ വരുന്നത്. പിന്നെ നമ്മൾക്കുള്ളത് ഫയർ ഹൈഡ്രന്റ് സിസ്റ്റം ആണ്. ഫയർ ഹൈഡ്രന്റ് സിസ്റ്റം ബിൽഡിങ്ങിന്റെ എക്സ്റ്റേണൽ നെറ്റ്വർക്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഫയർ ഹൈഡ്രന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതും ഹോസ് റീൽ സിസ്റ്റം പോലെ നമ്മൾക്ക് ബിൽഡിങ്ങിന്റെ ഏതൊരു ലൊക്കേഷനിലോട്ടും വാട്ടറിനെ ജെറ്റ് സ്പ്രേ ചെയ്തുകൊണ്ട് ഫയറിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതാണ് ഒരു കോമൺലി ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിസ്റ്റംസ്. ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ്ലർ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ ഈ പറഞ്ഞ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ഫയർ സ്പ്രിംഗ്ലർ സിസ്റ്റം. നമ്മൾക്കറിയാം ഹോസ് റീൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഒരു ഫയർ ഒറിജിനേറ്റ് ചെയ്ത് അത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഒക്യുപ്പൻസിയോ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് പ്രൊഫഷണൽസോ പൈപ്പ് കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹോസ് റീൽ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഫയർ സ്പ്രിംഗ്ലർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഈ ഫയർ സ്പ്രിംഗ്ലർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫയർ സ്പ്രിംഗ്ലർ ഹെഡുകൾ അത് നോർമലി ഉള്ള ഒരു നോസിലിന്, ഓറിഫൈസ് നോസിലിന് ബ്രേക്കബിൾ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ബ്രേക്കബിൾ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആ ഒരു സ്പേസ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഗ്ലാസ്സുകളാണ്. അപ്പോൾ ആ ഗ്ലാസ്സുകൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്പേസിന്റെ അകത്ത് ഒരു ഫയർ ഉണ്ടായി, ആ ഫയർ ഒറിജിനേറ്റ് ചെയ്ത ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലോട്ട് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടറിനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർ സ്പ്രിംഗ്ലർ ഹെഡിന്റെ നോസിലിന് അല്ലെങ്കിൽ ഓറിഫൈസിന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലാസ് ബൾബുകൾ ഫ്യൂസ് ആകുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ആകുകയാണ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചർ കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ ആ നോസിലിന്റെ ഓറിഫൈസ് അല്ലെങ്കിൽ ആ സ്പ്രിംഗ്ലർ ഹെഡിന്റെ ഓറിഫൈസ് ഓപ്പൺ ആകുകയും കണ്ടിന്യൂസ് ആയിട്ടുള്ള വാട്ടർ ഫ്ലോ ആ ഒരു ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവിടെ ഫയറിന് സ്റ്റോപ്പ് ചെയ്യാണ് ഈ സ്പ്രിംഗ്ലർ സിസ്റ്റം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും എന്താ പറയുന്നത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്, ഒരു യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോളേജ് ആയിക്കോട്ടെ, ഒരു ലൈബ്രറി ആയിക്കോട്ടെ, അവിടെ ഒക്യുപ്പൻസി ആരും ഇല്ലാത്ത സമയത്ത് അവിടെ ഒരു ഫയർ ഒറിജിനേറ്റ് ചെയ്തു, രാത്രി ഫയർ ഒറിജിനേറ്റ് ചെയ്തു, സ്പ്രിംഗ്ലർ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്ത് ആ ഫയറിനെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റത്തിന് എപ്പോഴും നമുക്ക് അതിൻ്റെതായ ഫയർ പ്രൊട്ടക്ഷൻ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ സർ, നമ്മളിപ്പോ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ച് ജനറൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ MEP കരിയർ ജേർണി എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ്? നമ്മൾ ആദ്യമേ ആ ഒരു പ്രൊജക്ടിന്റെ ജേർണി ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു MEP എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ MEP പ്രൊഫഷണൽസിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡിംഗ് കമ്പനീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കമ്പനികളിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് നമുക്ക് ഡിസൈൻ കൺസൾട്ടന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാം, സൂപ്പർവിഷൻ കൺസൾട്ടന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാം, കോൺട്രാക്ടിങ് കമ്പനിയിൽ വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ സബ് കോൺട്രാക്ടിങ് കമ്പനികളിൽ, സ്പെഷ്യലൈസ്ഡ് സബ് കോൺട്രാക്ടിങ് കമ്പനികളിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് മൾട്ടിപ്പിൾ ഫ്ലെക്സിബിൾ ഓപ്ഷൻസ് ഇപ്പോൾ നമ്മൾക്ക് MEP ഫീൽഡിൽ അവൈലബിൾ ആണ് നമ്മൾക്ക് കരിയർ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്, വളരെ ഡൈനമിക് ആയിട്ട് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് വളരെ നല്ല ഹൈ സാലറി ഏൺ ചെയ്യാനും അതേപോലെ തന്നെ കരിയർ ഡെവലപ്പ് ചെയ്യാനും കോൺട്രാക്ടിങ് ഫീൽഡ് വളരെ നല്ലതാണ്.
അതേസമയം നമ്മൾക്ക് അധികം സൈറ്റ് കണ്ടീഷൻസിലൊന്നും വർക്ക് ചെയ്യണ്ട, വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്താൽ മതി. അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷെ ടെക്നിക്കലി വളരെ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഡിസൈൻ ഫീൽഡിലോ അല്ലെങ്കിൽ കൺസൾട്ടന്റ് ഫീൽഡിലോ വർക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് QS ജോബ് അല്ലെങ്കിൽ QA/QC ജോബ്, കോർഡിനേറ്റർ, MEP കോർഡിനേറ്റർ, അതുപോലുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഈ കരിയർ ജേർണിയിൽ അല്ലെങ്കിൽ ഈ കരിയറിൽ അവൈലബിൾ ആണ്. ഇപ്പം എൻ്റെ പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷം പ്രൊജക്ട് എഞ്ചിനീയറായി, സീനിയർ പ്രൊജക്ട് എഞ്ചിനീയറായി, കൺസ്ട്രക്ഷൻ മാനേജറായി, പ്രൊജക്ട് മാനേജറായി. അപ്പം ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് പോയി. എൻ്റെ ഒരു കരിയറിന്റെ ജേർണിയിൽ ഇൻ ബിറ്റ്വീനിൽ കോൺട്രാക്ടിങ് കമ്പനിയിൽ നിന്ന് മാറി കുറച്ച് നാള് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇത്തിരി എന്താ പറയുന്നത്, കംഫർട്ടബിൾ ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെന്ന് തോന്നിയ സമയത്ത് ഞാൻ കോൺട്രാക്ടിങ് സൈഡിൽ നിന്ന് കൺസൾട്ടന്റിലോട്ട് എന്റെ കരിയർ സ്വിച്ച് ചെയ്തു. അപ്പൊ ആ സമയത്ത് നമുക്ക് വളരെ എന്താ പറയുന്നത്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് പൊസിഷനിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾക്ക് വളരെ നല്ല മാനേജീരിയൽ പൊസിഷനിലോട്ടും സാലറി ഹൈക്കിലോട്ടൊക്കെ പോകണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് തിരിച്ചും കോൺട്രാക്ടിങ് സൈഡിലോട്ടൊക്കെ സ്വിച്ച് ചെയ്യാം. പക്ഷെ നമ്മൾക്ക് എന്താ പറയുന്നത്, കോൺട്രാക്ടിങ് സൈഡിലാകുന്ന സമയത്ത് നമുക്ക് പ്രൊജക്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട്, വളരെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി വേണ്ടതുണ്ട്, സ്റ്റാഫിനൊക്കെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്താ ടേസ്റ്റ് ഉള്ളവർക്ക് വളരെ നല്ല രീതിയിൽ കോൺട്രാക്ടിങ് സൈഡിലോട്ട് പോകാൻ പറ്റും. അതേസമയം ടെക്നിക്കലി സൗണ്ട് ആണ്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടൊക്കെ വർക്ക് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് കൺസൾട്ടന്റ് സൈഡിൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. സാറിന്റെ ഇത്രയും വർഷത്തെ കരിയർ ജേർണിയിൽ സാർ ഒരുപാട് പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അതിൽ തന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആൻഡ് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതൊക്കെ പ്രൊജക്ട്സ് ആണ്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി ഏറ്റവും എക്സൈറ്റിംഗ് ചാലഞ്ചിങ് ആയിട്ടുള്ളത് ഹൈ റൈസ് ബിൽഡിങ്ങുകൾ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ്. ഹൈ റൈസ് ബിൽഡിങ്ങുകൾ എന്ന് പറയും 58 ഫ്ലോറും 32 ഫ്ലോർസും ഒക്കെ ഉള്ള ബിൽഡിങ്ങുകൾ ഡിസൈൻ ചെയ്യുമ്പോഴും, അതേപോലെ തന്നെ അവിടുത്തെ കോൺട്രാക്ടിങ് സൈഡിൽ പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന ഡിസൈൻ ചാലഞ്ചസ് ആയാലും അതേപോലെ തന്നെ എക്സിക്യൂഷൻ സൈഡിൽ പ്രൊജക്ട് ഇൻസ്റ്റലേഷന്റെ സൈഡിലായാലും നമ്മൾ കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതെല്ലാം നമുക്ക് ടെക്നിക്കലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചുകളും അല്ലെങ്കിൽ നമ്മൾക്കത് സൊല്യൂഷനുള്ള ചാലഞ്ചുകളായിട്ടാണ് നമ്മൾ അതിനെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതെല്ലാം ടെക്നിക്കലി സോൾവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കരിയറിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നത് വേറെ രണ്ട് പ്രൊജക്റ്റുകളാണ്. അതിലൊന്ന് നെറ്റ് സീറോ എനർജി പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഖ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അബുദാബിയിൽ. അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് വില്ലയാണ്. ആ വില്ലയ്ക്ക് നമ്മൾ യാതൊരുവിധ എനർജി സോഴ്സുകളും പുറത്തുനിന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. വാട്ടർ കണക്ഷൻ ഇല്ല, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ല, വേസ്റ്റ് പുറത്തേക്ക് കളയാനും കണക്ഷൻ ഇല്ലാത്ത ടൈപ്പിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. ആ പ്രൊജക്റ്റിൽ നമ്മൾക്ക് റിന്യൂവബിൾ എനർജീസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യണം. അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം, ഇലക്ട്രിക്കൽ ഡിസൈൻ ചെയ്യണം. അതേപോലെ തന്നെ വാട്ടർ സോഴ്സ് ഇല്ല. വാട്ടർ സോഴ്സ് നമ്മൾക്ക് വേറെ എന്താ എയറിൽ നിന്ന് വാട്ടറിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് നമ്മൾ സോഴ്സ് ചെയ്ത് അത് വെച്ചിട്ടാണ് വാട്ടർ ഡെവലപ്പ് ചെയ്തത്. വേസ്റ്റ് വാട്ടർ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഡ്രൈ ചെയ്ത് കളയുന്ന ടൈപ്പില് ഉള്ള മെത്തേഡാണ് അതിൽ യൂസ് ചെയ്ത്. അപ്പൊ അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ആ പ്രൊജക്ട് ഫിനിഷ് ചെയ്തു. പിന്നീട് ഉണ്ടായ ഒരു വലിയൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അതൊരു ആക്സിഡന്റലി വന്നൊരു പ്രൊജക്റ്റ് ആയിരുന്നു. എൻ്റെ കമ്പനിയുടെ ചെയർമാൻ ഒരിക്കല് വിദേശത്ത് പോയപ്പോൾ ആരോ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത്. അപ്പൊ അവർക്ക് ഷെയ്ഖ് ഫാമിലിയാണ്, അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഫാം ഉണ്ട്, ആടുകൾ ഫാമിലിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫാം ഉണ്ട്. ആരോ പറഞ്ഞു കൊടുത്ത്, അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത്, ഈ ഫാമില് ഫ്രഷ് ആയിട്ടുള്ള ഗ്രാസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും, ഇതിന് ടേസ്റ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ആ വേൾഡ് ടൂർ വന്ന് കഴിഞ്ഞതിന് ശേഷം നേരെ എന്നെ വിളിച്ചിട്ട് അങ്ങനെ ഒരു പ്രൊജക്ട് അസൈൻ ചെയ്തു. അപ്പൊ അവിടുത്തെ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസേർട്ടിലാണ് ഈ ഫാം വരുന്നത്. അവിടെ നമ്മൾ എന്താ പറയുന്നത്, പച്ച പുല്ല് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഒരിക്കലും നമ്മൾക്ക് മണ്ണിൽ കൃഷി ചെയ്യാനൊന്നും ഒരിക്കലും പറ്റില്ല. അങ്ങനത്തെ ഒരു പ്ലംബിംഗ് സിസ്റ്റമോ ഇറിഗേഷൻ സിസ്റ്റംസോ ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ റിസർച്ചിന് ശേഷം
നമ്മൾ ഹൈഡ്രോ ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പേസിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ അവിടെ കണ്ടീഷൻസ്, പ്രത്യേക ഹ്യൂമിഡിറ്റി, പ്രത്യേക ടെമ്പറേച്ചർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പ്ലംബിംഗ് സിസ്റ്റത്തിലൂടെ ഹൈഡ്രോ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത്, അതിനുവേണ്ടി ഞാൻ ചൈനയിൽ പോയി ചൈനയിലത്തെ ഒരു കമ്പനിയായിട്ട് ഡിസൈനിൽ കൊളാബറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തു. അതൊരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ഒരു ഡിസേർട്ടിന്റെ അകത്ത് ഒരു എന്താ പറയുക, കണ്ടെയ്നർ ഫാമിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അത്. അപ്പൊ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു സ്പേസിന്റെ അകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചറും പ്രത്യേക ഹ്യൂമിഡിറ്റി എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു 6 ഡേയ്സിനുള്ളിൽ. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾക്കറിയാം, സൺലൈറ്റ് ഇല്ലാതെ ഒരിക്കലും ഗ്രാസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെടി വളരില്ല. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രോയിങ് ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അത് പിന്നീട് വളരെ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയ അതേ സെയിം കോപ്പി പ്രൊജക്റ്റുകൾ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് ഡിഫറെന്റ് ക്ലയൻസിന് വേണ്ടി ചെയ്യൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ 2 പ്രൊജക്റ്റുകളാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടും ചാലഞ്ചിങ് ആയിട്ടും നമ്മൾ നോർമലി വരുന്ന സ്റ്റാൻഡേർഡുകളൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യേണ്ടി വന്ന 2 പ്രൊജക്റ്റുകൾ. ഓക്കെ, MEP കരിയർ ജേർണി ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള അഡീഷണൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഞാൻ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. അഡീഷണൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കൊരു സാലറി അല്ലാതെ നമ്മൾക്ക് ബോണസുകൾ, നമ്മളുടെ എന്താ പറയുന്നത്, നമ്മളുടെ ഒരു പെർഫോമൻസും അതേപോലെ തന്നെ പ്രൊജക്റ്റുകൾ കറക്റ്റ് ടൈമുകളിൽ ഫിനിഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ബോണസ്, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ലീവുകൾ, നമ്മൾക്ക് MEP പ്രൊജക്റ്റുകളിൽ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇൻ ബിറ്റ്വീൻ ലീവുകളായിരിക്കുള്ളൂ കൂടുതൽ കിട്ടുന്നത്. അല്ലാതെ നമ്മൾക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ലീവ് എടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റിലത്തെ ഒരു കീ പേഴ്സണ് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻ ബിറ്റ്വീനിൽ ചെറിയ ചെറിയ സ്ലോട്ടുകളിൽ ലീവ് എടുക്കാനും അതിനനുസരിച്ചിട്ടുള്ള ബോണസുകളും കാര്യങ്ങളും, അതൊക്കെയാണ് നമുക്കൊരു കരിയറിലത്തെ ഒരു ഫിനാൻഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ കരിയർ ഗ്രോത്ത് ബാക്കിയുള്ള ഫീൽഡിനെ അപേക്ഷിച്ച് ഇത്തിരി കൂടുതലാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രാവലിംഗ് കുറെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, MEPയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് MEP സർവീസസ്. നമ്മൾ വലിയ വലിയ എക്യുപ്മെന്റുകൾ, ഇപ്പൊ ഈ എക്യുപ്മെന്റുകളെല്ലാം നമ്മൾ ഫാക്ടറി ടെസ്റ്റിനും ഫാക്ടറി ഇൻസ്പെക്ഷനുകൾക്കെല്ലാം പോകേണ്ടതുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പലതവണ ചൈന വിസിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചൈനയിൽ 1 മാസത്തോളം അവിടെ നിന്ന് പല കാര്യങ്ങളും നമ്മൾക്ക് പല രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അതേപോലെ തന്നെ പമ്പുകളുടെ മോട്ടറുകളുടെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് സീമാൻസ് ജർമ്മനിയിൽ പോകാനായിട്ട് പറ്റിയിട്ടുണ്ട് പലതവണ. അതേപോലെ തന്നെ എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റുകളുടെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് തായ്വാനിൽ പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിൽ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മളൊരു പർട്ടിക്കുലർ പൊസിഷനിലോട്ട് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് നമ്മൾക്ക്. അപ്പൊ ഈ ഒരു ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനുഫാക്ചേഴ്സ് നമ്മൾക്ക് സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 7 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ട്രാവലിങ്സ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ചിലപ്പോൾ 1-2 ദിവസത്തെ ജോലി ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്കൊരു 10-15 ഡേയ്സ് അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സൈറ്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഓൾ ഇന്ത്യ ടൂർ തന്നെ ജോലിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഓൾ ഇന്ത്യ ടൂർ പോകണമെന്ന്. പക്ഷെ നമുക്ക് ടൈറ്റ് ഷെഡ്യൂളിൻ്റെ അകത്ത് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് എൻ്റെ കമ്പനിയിൽ ഒരിക്കൽ ഒരു ചാൻസ് വരുന്നത്. നമ്മൾക്ക് വലിയ പ്രൊജക്റ്റുകൾ വന്ന സമയത്ത് കുറേ സ്റ്റാഫിനെയും ടെക്നീഷ്യനെയും വേണം. അപ്പോൾ നമ്മൾക്കൊരു ഇന്റർവ്യൂ പാക്കേജ് തന്നെ വെച്ചു. ചെന്നൈ, കൊൽക്കത്ത, ബോംബെ, ഡൽഹി, അങ്ങനെ ഒരു 1 മന്ത് ഷെഡ്യൂളിൽ ഒരു ഓൾ ഇന്ത്യ ടൂർ തന്നെ ജോബിന്റെ ഭാഗമായിട്ട് പോയി. അപ്പൊ ഇതിലത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 5 സ്റ്റാർ 7 സ്റ്റാർ ഫെസിലിറ്റീസ് ആയിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിലത്തെ കാര്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോലി എന്ന് പറയാൻ 1-2 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു പ്ലേസിൽ 4-5 ദിവസം നമുക്ക് സ്റ്റേ ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ നമ്മൾക്ക് അവിടുത്തെ സൈറ്റ് വിസിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ ബെനിഫിറ്റ്സ് നമ്മൾക്ക് കിട്ടാറുണ്ട്. ഓക്കെ സർ. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊജക്റ്റുകൾ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഗെറ്റ് ടുഗദേഴ്സും അല്ലെങ്കിൽ നമ്മൾക്ക് പല പാക്കേജ് പ്ലാനുകളെല്ലാം ഓരോ പ്രൊജക്റ്റുകൾ നമ്മൾ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളും ബെനിഫിറ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഓക്കെ സർ, സാറിന്റെ കൂടെയുള്ള സെഷൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു.
ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ സെഷൻ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേഷണൽ ആയിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിന് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.